നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും SFIയുമായുള്ള നേർക്കുനേർ പോരാട്ടം രൂക്ഷമാകുമ്പോൾ വെട്ടിലാകുന്നത് കേരള പോലീസാണ്. ഗവർണറുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല. എന്നാൽ കേരളം ഭരിക്കുന്ന CPMന്റെ വിദ്യാർത്ഥി സംഘടനയെ പരിഗണിക്കുകയും വേണം. സംഘർഷ പരിധി വിടാതെ പ്രതിസന്ധികൾ പരിഹരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാത്തി വീശലും വെള്ളം ചീറ്റലും ടിയർ ഗ്യാസ് പ്രയോഗവും ഉണ്ടാകാത്തത്. സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു SFIയുടെ വെല്ലുവിളി. എന്നാൽ അത് ഗവർണർ പൊളിച്ചടുക്കി. അതിനുശേഷമാണ് പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ താമസിക്കുന്ന ഗവർണർ ബാനറുകൾ മാറ്റിച്ചാണ് ഇടപെടൽ പുതിയ തലത്തിലേക്ക് എത്തിച്ചത്. ഗവർണർ ബാനറുകൾ അഴിക്കുമ്പോൾ 100 ബാനറുകൾ പൊങ്ങുമെന്ന് SFI പറഞ്ഞതിന് പിന്നാലെ ഇന്ന് രാവിലെയും ബാനർ കിട്ടിയതിനെ രൂക്ഷമായി വിമർശിച്ച ഗവർണർ അത് മറ്റൊരു തലത്തിലേക്ക് SFI വെല്ലുവിളിയായി തന്നെ എടുത്തിരിക്കുകയാണ്. ഇതിനോട് എങ്ങനെ SFI പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ഏതായാലും പോലീസിനാണ് തലവേദന. ക്രമസമാധാന നില തകരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കരുതലോടെ പ്രവർത്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോലീസ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ബാനർ യുദ്ധം പുതിയ പ്രതിസന്ധിയിലുമാണ്. തനിക്കെതിരായ ബാനറുകൾ ഞായറാഴ്ച രാത്രി ക്യാമ്പസിലിറങ്ങി അഴിപ്പിച്ച ഗവർണർ പോലീസിനോടും സർവകലാശാല അധികൃതരോടും പൊട്ടിത്തെറിക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നാണ്. ബാനറുകൾ അഴിപ്പിച്ചതിന് പിന്നാലെ സംഘടിപ്പിച്ചെത്തിയ SFI പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിങ്ങൾ CM വരുന്നിടത്താണ് ഇങ്ങനെയൊരു ബാനർ കെട്ടാൻ അനുവദിക്കുമോ എന്നായിരുന്നു പോലീസിനോട് ഗവർണർ ചോദിച്ച ചോദ്യം. ക്യാമ്പസിലുടനീളം മുദ്രാവാക്യങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു SFI. ഗവർണർക്ക് അനുകൂലമായി സ്ഥാപിച്ചിരുന്ന ബാനറുകളിൽ ഒന്നെടുത്ത് കത്തിക്കുകയും ചെയ്തു. പോലീസിനെയും വെല്ലുവിളിച്ച് ആക്രോശിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. എല്ലാ അർത്ഥത്തിലും പോലീസ് കരുതലോട് തന്നെയാണ് സ്ഥിതി സംഘർഷമാകാതെ കൊണ്ടുപോകുന്നത്. SFI ഇനി എടുക്കുന്ന നിലപാടും പോലീസ് സസൂക്ഷ്മം പരിശോധിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠം ചെയറും ഭാരതീയ വിചാരണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാർ ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഇത് മാത്രമാണ് 3 ദിവസം ക്യാമ്പസിൽ തങ്ങുന്ന ഗവർണർക്കുള്ള ഔദ്യോഗിക പരിപാടി. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന തലക്കെട്ടിൽ EMS സെമിനാർ കോംപ്ലക്സിലെ സെമിനാറിൽ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജാണ് അധ്യക്ഷൻ. RSS നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ വിചാരണ കേന്ദ്രം. P പരമേശ്വരൻ എന്ന RSS സൈദ്ധാന്തികൻ രൂപം നൽകിയ പ്രസ്ഥാനം. കാലിക്കറ്റിൽ ഈ പ്രസ്ഥാനം നടത്തുന്ന സെമിനാറിനെ SFI എങ്ങനെ എടുക്കുമെന്നതാണ് നിർണായകമാകുന്നത്.